الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فكلي واشربي وقري عينا، فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. റഹ്മാനായ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആജിലും മുസ്തമിറുമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയും അവരുടെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരികയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു തആല 1,24,000 പരം അംബിയാ മുർസലുകളെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പ്രവാചകനാണ് സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദഅവത്തും ആ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈസാ നബിയുടെ ഈ ലോകത്തേക്കുള്ള വരവും ഈസാ നബിയുടെ മാതാവിൻ്റെ സ്ഥിതിവിശേഷങ്ങളുമൊക്കെ ഖുർആൻ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റ് പ്രവാചകന്മാരിൽ നിന്നൊക്കെ വിശദമായിക്കൊണ്ട് തന്നെ ഒരു സൂറത്തിന് ഈസാ നബിയുടെ മാതാവിൻ്റെ നാമകരണം ചെയ്യുകയും ജന്മത്തിന് മുമ്പുള്ള അവസ്ഥ മുതൽ ഈസാ നബിയുടെ അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതും മറ്റു പ്രവാചകന്മാരിൽ നിന്നും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വ്യത്യസ്തനാക്കുന്നുണ്ട്. കഴിഞ്ഞ ചില ഖുതുബകളിൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഖിദ്മത്തിന് വേണ്ടി മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മേൽനോട്ടം ബന്ധുവായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചുമതലയിലായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുന്ന അദ്ദേഹമായിരുന്നു. ആ സമയത്ത് സീസൺ സമയത്തല്ലാതെ ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങളൊക്കെ മറിയം റളിയല്ലാഹുവിൻ്റെ അടുക്കൽ കാണപ്പെടുമ്പോൾ സക്കരിയ നബി ചോദിക്കുന്ന ചോദ്യവും ഇതെവിടെ നിന്നാണ് ലഭിക്കുന്നത്? മറിയം റളിയല്ലാഹു തആല അൻഹ അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. ഇതൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സമയമായപ്പോൾ മലക്കുൽ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയുടെ മുമ്പിൽ ഹാജരാവുകയാണ്. മനുഷ്യരൂപത്തിലാണ് ഹാജരായത്. മറിയം റളിയല്ലാഹു തആല അൻഹ അവരോട് നൽകിയ മറുപടിയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന് നൽകിയ മറുപടിയും ഒക്കെ നമ്മൾ പറഞ്ഞ് പൂർത്തീകരിക്കുകയുണ്ടായി. അങ്ങനെ മുഫസ്സിറുകളുടെ രണ്ടഭിപ്രായം അനുസരിച്ച്, ഒന്നാമത്തെ അഭിപ്രായം മറിയം റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരവിന് ശേഷം 8 മാസം കൊണ്ട് പൂർണ്ണ ഗർഭിണിയാവുകയും, ഇതാണ് ഒരഭിപ്രായം തഫ്സീറുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫഹമലത്തുഹു ഫൻതബദത് ബിഹി മക്കാനൻ ഖസിയ. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശരിവെക്കുന്ന അഭിപ്രായം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുപോയ ആ നിമിഷം കൊണ്ട് തന്നെ മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ പൂർണ്ണ ഗർഭിണിയായി മാറി എന്നുള്ളതാണ്. ഈ അഭിപ്രായത്തിന് തന്നെയാണ് മുഫസ്സിറുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ശരിവെക്കുന്നത്. ഏതായാലും മറിയം റളിയല്ലാഹു അൻഹ ഈ ഒരു അവസ്ഥയിൽ ഇനി മസ്ജിദുൽ അഖ്സയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് മാറി ഒറ്റപ്പെട്ടൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. പ്രസവവേദന വരുന്നു,
അള്ളാഹു താല പ്രത്യേകം നിർദ്ദേശം കൊടുക്കുന്നു. മഹദി അവർകൾ ചാഞ്ഞിരിക്കുന്ന ആ ഈന്തപ്പന തടിയെ ഒന്ന് കുലുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അത് ശൈത്യം പിടിപെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, ഈന്തപ്പഴം കൊലക്കണമെങ്കിൽ, അത് കായ്ക്കണമെങ്കിൽ കഠിനമായ ചൂട് ആവശ്യമുള്ളതുണ്ട്. അല്ലാതെ ഈന്തപ്പഴം ഒരിക്കലും മുളക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഫലഭൂയിഷ്ടമായി മാറുകയില്ല. എന്നാൽ അള്ളാഹു താല മറിയം ബീവി റളിയല്ലാഹു തആലയ്ക്കുള്ള ആദരവായിക്കൊണ്ട്, കറാമത്തായിക്കൊണ്ട് അള്ളാഹു താല പറയുന്നു, വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, നീ ചാഞ്ഞിരിക്കുന്ന ആ ഈന്തപ്പന തടിയൊന്ന് കുലുക്കുക. തുസാഖിത അലൈകി റുതബൻ ജനിയ, നിനക്ക് ഭക്ഷിക്കാൻ പാകമായ യോഗ്യമായ ഈന്തപ്പഴങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരും മറിയമേ എന്ന് അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മറിയം ബീവിക്ക് സന്ദേശങ്ങൾ കൈമാറുകയാണ്. അള്ളാഹു തആല പറയുന്നു, ഫകുലി വഷ്റബി വഖർരി ഐന, കുടിക്കാൻ വേണ്ടിയിട്ട് താഴെ നല്ലൊരു നീരുറവയും അള്ളാഹു താല സംവിധാനിച്ചു. എന്നിട്ട് മറിയം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫകുലി, നീ ഈന്തപ്പഴം കഴിക്കുക, വഷ്റബി, ഈ വെള്ളത്തിൽ നിന്ന് നീ പാനം ചെയ്യുക, വഖർരി ഐന, നിന്റെ മുമ്പിലിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് കുളിർമയായി കൊള്ളുക. ഒരു മാതാവിനെ അല്ലെങ്കിൽ ഒരു പിതാവിന് ആ പ്രയാസത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ, ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖവും ചിരിയുമൊക്കെ കാണുമ്പോൾ തങ്ങൾ അനുഭവിച്ച എല്ലാത്തരം പ്രയാസങ്ങളും മാഞ്ഞു പോകുന്നതായിട്ട് മാതാപിതാക്കൾക്കും കാണാൻ വേണ്ടി സാധിക്കും. അതാണ് അള്ളാഹു പറയുന്നത്, വഖർരി ഐന, ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ഞാൻ നിനക്ക് സമ്മാനമായി നൽകിയ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിന്റെ കണ്ണ് കുളിർമയുള്ളതാവുക മറിയം എന്ന് അള്ളാഹു പറയാണ്. ഇനിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ വേണ്ടി പോകുന്നത്. വീട്ടിൽ നിന്നും വർഷങ്ങളോളം മാറി താമസിച്ച മറിയം റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചിട്ടില്ലാത്ത, ഖുർആന്റെ നറേഷൻ അനുസരിച്ചിട്ട് മറിയം റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ ബൈബിളിന്റെ നറേഷൻ അനുസരിച്ച് ലൂക്കോയുടെ 2-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് വിവാഹം ഉറപ്പിച്ചിരുന്നു, പക്ഷെ വീട് കൂടിയിട്ടില്ല എന്നാണ്. എന്തായാലും ഒരു പുരുഷന്റെ സ്പർശനമേൽക്കാത്ത മറിയം റളിയല്ലാഹു തആല അൻഹ ഒരു കുഞ്ഞുമായി ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന രംഗം, അത് ഒരു നിലക്കും സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. എന്തൊക്കെ കേൾക്കേണ്ടി വരും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹു താല മറിയം ബീവി റളിയല്ലാഹു തആല എനിക്ക് നിർദ്ദേശം നൽകുകയാണ്, ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ, മറിയമേ, നീ ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ അയാൾ നീയുമായി സംസാരിക്കുവാനും നിന്നെ ചോദ്യം ചെയ്യുവാനും വരികയാണെങ്കിൽ, ഫഖൂലി, നീ അയാൾക്ക് നൽകേണ്ട മറുപടി എന്താണ്? നീ ആംഗ്യ ഭാഷയിൽ അയാൾക്ക് മറുപടി കൊടുക്കേണ്ടത്, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, എനിക്ക് ഇന്നു മുതൽ ഒരു വ്രതമാണ്, ഞാൻ ഇന്നൊരു നോമ്പ് നോറ്റിരിക്കുകയാണ്. ആ നോമ്പിൻ്റെ കൂട്ടത്തിൽ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഒരു മനുഷ്യനോട് ഞാനിന്ന് സംസാരിക്കുന്നതല്ല, സംവദിക്കുന്നതല്ല. അപ്പം പൂർവ്വ ശരീഅത്തിൽ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പുള്ള ശരീഅത്തിൽ മൗനം പാലിക്കുക എന്നൊരു കാര്യം ഇബാദത്തായി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിപ്പോൾ നോമ്പെടുക്കുന്നത് പോലെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് പോലെ, ചില പ്രത്യേക കാര്യങ്ങൾക്ക് ഉപേക്ഷിക്കുന്നത് പോലെ, ചില ശരീഅത്തുകളിൽ ദിവസം മുഴുവൻ മിണ്ടാതിരിക്കുക എന്നൊരു ആരാധനാ രീതി ഉണ്ടായിരുന്നു എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ആരാധനയാണ് അള്ളാഹു തആല മറിയം റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുക്കുന്നത്. നീ നോമ്പുകാരിയായി കഴിയണം, അതിൻ്റെ കൂട്ടത്തിൽ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ആരോട് സംസാരിക്കുന്നതല്ല എന്നും കൂടി പറയണം. എന്നാൽ നമ്മുടെ ശരീഅത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ ഈ കാര്യമില്ല. അങ്ങനെ ഒരു പ്രത്യേകമായി രാവിലെ മുതൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ 2 വക്തിൻ്റെ ഇടയിലോ മൗനം പാലിച്ചിരിക്കുന്നതിൽ പ്രത്യേകം കൂലി ലഭിക്കാനില്ല. പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാളിങ്ങനെ വെയിലത്തിങ്ങനെ നിൽക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബാലു ഹാദ, എന്താണ് ഇയാളുടെ കാര്യം? ഇയാൾ എന്തിനാ ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? തണൽ കൊള്ളാൻ സ്ഥലമുണ്ടല്ലോ, ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അയാൾ എന്താ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുന്നത്? സഹാബാക്കൾ പറഞ്ഞു, നദറ അല്ലാ യതകല്ലമ, ഇയാളൊരു നേർച്ച വെച്ചിട്ടുണ്ട്. എന്താ ഇയാളെ നേർച്ച? അല്ലാ യതകല്ലമ, ആരോട് സംസാരിക്കൂല എന്നാണ് നേർച്ച. വലാ യസ്തദില്ല മിനശംസി, തണൽ കൊള്ളൂല, വെയിലത്തിങ്ങനെ നിൽക്കും. വലാ യജ്ലിസ, ഇരിക്കൂല, നിൽക്കും, നിൽപ്പ് സമരം. വയസൂമ, നോമ്പ് നോൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, അയാളോട് പോയി കൽപ്പിക്കുക, മുറൂഹു ഫല്യതകല്ലം, അയാളോട് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ. അങ്ങനെ അല്ലാഹു തആല ഈ ശരീഅത്തിൽ പ്രത്യേകമായിക്കൊണ്ട് ഇങ്ങനെ മൗനം പാലിച്ചിട്ട് മൗനപൂജ അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല. അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കൽ, അത് കറാഹത്തും കൂടിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യനോട് മിണ്ടാതിരിക്കൽ കറാഹത്താണ് എന്നടക്കം ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫല്യസ്തദില്ല, അയാൾ പോയിട്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് പ്രത്യേകം കൂലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, അയാൾ തണൽ കൊള്ളട്ടെ. വല്യജ്ലിസ്, അയാൾ ഇരിക്കട്ടെ, അയാൾ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതില്ല. വല്യുതിമ്മ സിയാമഹു, എന്നാൽ നോമ്പ് പൂർത്തിയാക്കട്ടെ. അത് ശരീഅത്ത് നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള അമലാണ് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഏതായാലും
മറിയം റളിയല്ലാഹു തആല അൻഹയുടെ ആ ശരീഅത്തിൽ അങ്ങനെ ഒരു അമലുണ്ടായിരുന്നു. ആ അമലുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകമായി മൗനം പാലിച്ച ഒരു ഇബാദത്തിൽ കഴിഞ്ഞത്. എന്നാൽ സംസാരിക്കേണ്ടി വന്നാൽ ഹറാം സംസാരിച്ചു പോകും, അല്ലെങ്കിൽ അവിടെ നന്മയൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിൽ താൽക്കാലികമായി മൗനം പാലിക്കുക എന്ന് പറയുന്നത് അത് വളരെ നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ. ഒരാൾ അള്ളാഹുവിനും അന്ത്യദിനത്തിലൊക്കെ വിശ്വാസമുള്ള ആളാണെങ്കിൽ അയാൾ ഇങ്ങനെ യഥേഷ്ടം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കും അയാൾ ചിന്തയോട് കൂടിയിട്ടാണ് സംസാരിക്കുക. ഫൽയഖുൽ ഖൈറൻ, അയാൾ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നന്മകൾ പറയട്ടെ. തനിക്ക് ഉപയോഗമുള്ള കാര്യം, ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യം, ആഖിറത്തിന് ഉപകാരപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ അപരൻ്റെ ഭൗതികമായ ഉപയോഗത്തിനുള്ള കാര്യം, അങ്ങനെ എന്തെങ്കിലും പറയട്ടെ. എന്നാൽ അതൊന്നും പറയാനില്ലെങ്കിൽ നിന്റെ സംസാരം കൊണ്ട് അപരന് വിഷമമുണ്ടാകും, അല്ലെങ്കിൽ ഹറാമായ സംസാരമാകും എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ യസ്മുത്ത്, അവിടെ മൗനം പാലിക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സൂചിപ്പിക്കാം. മറ്റൊരു റിവായത്തിൽ അഹ്മസ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ മൗനിയായിക്കൊണ്ട് ഹജ്ജ് ചെയ്തു എന്ന് ഹദീസുകൾ കാണാൻ വേണ്ടി പറ്റും. ആ പെണ്ണ് അങ്ങനെ നേർച്ച ചെയ്തു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഹജ്ജിന് പോകുമെന്ന് നേർച്ച വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരുത്സാഹപ്പെടുത്തിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും മറിയം ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറയാൻ പറഞ്ഞു, ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ, ഞാൻ നോമ്പുകാരിയാണ്, ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ആരോടും സംസാരിക്കുന്നതല്ല എന്ന് മറിയം ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഖുർആൻ ശേഷം പറയാണ്, ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു ഖാലൂ യാ മർയം ലഖദ് ജിഅതി ശൈഅൻ ഫരിയ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. 13 വയസ്സുകാരിയായ മറിയം റളിയല്ലാഹു തആല അൻഹ ഈ കുഞ്ഞിനെ കൊണ്ട് സമൂഹത്തിനടുക്കിലേക്ക് വരികയാണ്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു. അതിൻ്റെ ഡ്യൂറേഷൻ ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. പ്രസവിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മറിയം ബിബി റളിയല്ലാഹു തആല സമുദായത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ബൈബിളിൻ്റെ അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ലൂക്കയുടെ 2-ാം അധ്യായത്തിൽ 40 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും നിഫാസ് കഴിഞ്ഞതിന് ശേഷം മറിയം റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് സമൂഹത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 13 വയസ്സുകാരിയായ സ്ത്രീ, അവിവാഹിതയായ സ്ത്രീ, പുരുഷന്റെ സ്പർശനമേൽക്കാത്ത സ്ത്രീ കയ്യിൽ കുഞ്ഞുമായി വരുന്നു, കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് വരികയാണ്. ഖാലൂ യാ മറിയം ലഖദ് ജിഅതി ശൈഅൻ ഫരിയ. ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഓ മറിയമേ, നീ വളരെ മോശമായ നികൃഷ്ടമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ, ഓ ഹാറൂന്റെ പെങ്ങളെ. അപ്പോൾ ഹാറൂന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ വിഭിന്ന അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകിൽ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട സ്ത്രീയാണ് മറിയം റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ആ നിലക്ക് കുറ്റപ്പെടുത്താൻ, നീ ഹാറൂൻ അലൈഹി സ്വലാമിന്റെ ആ കുടുംബത്തിൽപ്പെട്ട പെണ്ണായിട്ട് ആ നബിയോട് കാണിക്കേണ്ട ഒരു ബഹുമാനത്തിനെതിരല്ലേ നീ കാണിച്ചത് എന്നാകാം. അല്ലെങ്കിൽ മറിയം റളിയല്ലാഹു തആല അൻഹക്ക് ഹാറൂൻ എന്ന പേരുള്ളൊരു സഹോദരനുണ്ട്. ഏതായാലും അവിടെ കുറ്റപ്പെടുത്തുകയാണ്, യാ ഉഖ്ത ഹാറൂൻ, ഏ ഹാറൂന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ വാപ്പ മോശക്കാരനായിരുന്നില്ലല്ലോ. ഇമ്രാൻ, ആ കഥയും ആലി ഇമ്രാനിൽ പരാമർശിക്കുന്നുണ്ട്, നിന്റെ വാപ്പ മോശക്കാരനായിരുന്നില്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മയും ഒരു വേശ്യക്കാരി ആയിരുന്നില്ലല്ലോ, വേശ്യാസ്ത്രീ ആയിരുന്നില്ലല്ലോ എന്ന് മറിയം റളിയല്ലാഹു തആല അൻഹയെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് പറയാൻ വേണ്ടി തുടങ്ങി. പലപ്പോഴും നമ്മളെ വിമർശിക്കുമ്പോൾ, നമ്മളെ വിമർശിച്ച് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ നമ്മളെ മാതാപിതാക്കളെയും ചേർത്തിക്കൊണ്ട് വിമർശിക്കപ്പെടുമ്പോൾ മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാകും. നിന്റെ വാപ്പ അങ്ങനെയായിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്, നിന്റെ ഉമ്മ ഇങ്ങനെയായിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിന് വലിയ വിഷമം ഉണ്ടാക്കും. മറിയം റളിയല്ലാഹു തആല അൻഹയെ ശകാര വർഷങ്ങൾ കൊണ്ട് പുതിയുകയാണ്, നിന്റെ വാപ്പ ഇത്തരക്കാരനല്ല, ഉമ്മ ഇത്തരക്കാരിയല്ല. പക്ഷേ മറിയം റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവ വികാസങ്ങൾ അതിൻ്റെ 1 മുതൽ ഈ പോയിന്റ് വരെ എത്തി നിൽക്കുന്നത് ഒക്കെ അള്ളാഹുവിൻ്റെ തദ്ബീർ അനുസരിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ്. മറിയം ബീവി ആ പള്ളിയിൽ ഖിദ്മത്തിന് പോകുന്നത് പോലും മറിയം ബീവി റളിയല്ലാഹു തആലയുടെ ഇഷ്ടാനുസരണമല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ചിട്ടാണ്. ഇവരുടെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല അൻഹ ഫഅശാറത് ഇലൈഹി, തൻ്റെ അടുക്കൽ കിടന്നുറങ്ങുന്ന ആ കുഞ്ഞിലേക്ക്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് കൈ ചൂണ്ടുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ മറുപടി ഇവിടെ കിട്ടും, ഞാൻ പറയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ അവരുടെ ക്രോധവും ദേഷ്യവും വർദ്ധിച്ചു. സമൂഹത്തിൽ നടമാടാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു, അതിന് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം ചോദിക്കുമ്പോൾ നീ മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, തൊട്ടിലിൽ കിടക്കുന്ന സംസാരശേഷിയില്ലാത്തൊരു കുഞ്ഞിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഈ കുഞ്ഞ് മറുപടി നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ വിഡ്ഢികളാക്കുകയില്ലേ? അതാണ് ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. മറിയമേ, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടി ഞങ്ങളോട് എങ്ങനെ സംസാരിക്കാനാണ്?
അപ്പൊ ഇവർ കരുതുന്നത് ഇത് എന്തൊക്കെയൊക്കെയോ മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇമ്രാൻ കുടുംബത്തിനോടും മറിയം റളിയല്ലാഹു തആല അൻഹയോടും അന്നേ ജൂതന്മാർക്ക് വിമർശനവും ഈർഷ്യതയുണ്ട്. അതുകൊണ്ട് ആ അവസരം നന്നായി മുതലെടുക്കാനുള്ള ബദ്ധപ്പാടിലുമാണ് ഈ യഹൂദികൾ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. പക്ഷെ അല്ലാഹു തആലക്ക് ഒരു കണക്കുണ്ട്. നമ്മൾ എന്തൊക്കെ കാണിച്ചുകൊണ്ട്, കുബുദ്ധി കാണിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും അള്ളാഹു സത്യത്തിനെയും യാഥാർത്ഥ്യത്തിനെയും പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. എന്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതൊരു പക്ഷേ നമ്മൾ കൺമുന്നിൽ തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ ആയിരിക്കില്ല കാണുക, നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ തലമുറകളായിരിക്കും ആ സത്യങ്ങൾ തിരിച്ചറിയുക. മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ് ഇവിടെ നടന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ അള്ളാഹു തആല വലിയൊരു അത്ഭുതം നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുന്നു. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. സംസാരിക്കാൻ പ്രായമായിട്ടില്ലാത്ത ഒരു കുഞ്ഞ്, സംസാരം, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനമാണ്. സംസാരിക്കണമെങ്കിൽ അവിടെ ആദ്യം ആ ഭാഷ കേൾക്കണം, ആ ഭാഷ പഠിക്കണം, അതിൻ്റെ വാചകങ്ങൾ പഠിക്കണം, അതിൻ്റെ ഗ്രാമർ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കണം. ഈ സംസാരിക്കുന്നതിന് മുമ്പ് ആ കാര്യം എന്താണെന്ന് ചിന്തിക്കണം. എന്നിട്ട് ആ ചുറ്റുപാടിനോട് യോജിച്ചുകൊണ്ട് സംസാരിക്കണം. ഇതെല്ലാം കൃത്യമായി നടന്നാൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഭാഷയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സംസാരശേഷി എന്ന് പറയുന്നത് തന്നെ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് സംസാരം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന് ഇതൊന്നും വികസിക്കാനായിട്ടില്ല. തൊട്ടിൽ കിടക്കുന്ന 40 ദിവസം പ്രായമായ കുഞ്ഞിന് ഇതൊക്കെ എവിടെ വികസിക്കാൻ? അവിടെയാണ് അല്ലാഹു തആല അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഈസാ നബി പറയാണ്, ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പൊ അത്ഭുതമായി സംഭവിച്ച ആ സംസാരത്തിൽ ഈസാ നബി ആദ്യം പറഞ്ഞ വാചകം ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇതെന്താണ് ഇതിൻ്റെ ഒരു കാര്യം? എന്താണ് ഈസാ നബി അത് പറഞ്ഞത്? ഇവർ ചോദിക്കുന്നത് എന്താണ്? ഇവർ ചോദിക്കുന്നത്, മറിയമ്മേ, നിനക്ക് ഈ കുഞ്ഞിനെ എവിടുന്ന് കിട്ടി? ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ ആരാണ് എന്നൊക്കെ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളാണല്ലോ പോകുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി ഇന്നി അബ്ദുല്ലാഹ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാനിവിടെ ഈ തൊട്ടിലിൽ കടന്നുകൊണ്ട് ഈ പ്രായത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതും പോലെ ഒരു സ്വാഭാവികമായ പശ്ചാത്തലത്തിൽ വന്ന ആളല്ല ഞാൻ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വന്ന വ്യക്തിയാണ്. 1. 2, ഇന്നി അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പിൽക്കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ട് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കപ്പെട്ടു. ഈസബ്നുല്ലാഹ് എന്ന് പറയാൻ വേണ്ടി തുടങ്ങി നസാറാക്കൾ. അതുപോലെ തന്നെ ത്രിയേകത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ട്രിനിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് മാറി. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ദൈവികത്വത്തെ ചാർത്താനും ഉലൂഹിയത്തിനെ സ്ഥാപിക്കുവാനും സ്വന്തം അനുയായികൾ തന്നെ ശ്രമിക്കും എന്നതിന് ഈസാ നബി തന്നെ ആദ്യം തന്നെ അതിന് മറുപടി പറഞ്ഞു വെച്ചു, ഞാൻ ദൈവമല്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ ദൈവത്തിന്റെ അംശമല്ല, ദൈവത്തിന്റെ എന്തെങ്കിലും വിശേഷണങ്ങൾ എന്നില്ല. ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായതുപോലെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദാസന്മാരായതുപോലെ ഞാനും അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. എനിക്കും സ്വന്തമായി ഭൂമിയിലേക്ക് ഒരു വരവ് സാധ്യമായിരുന്നില്ല. അള്ളാഹുവാണ് അതിന് തർത്തീബുകൾ ചെയ്തു വെച്ചു തന്നത്. ഇന്നി അബ്ദുല്ലാഹ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. 3ാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഇന്നി അബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമ തന്നെയാണല്ലോ. പിന്നെ ആ അറിയുന്ന ഒരു യാഥാർത്ഥ്യത്തിനെ പറ്റിയിട്ട് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സാധാരണ ഈ സംസാരത്തെ കുറിച്ച് പറയും നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ മിമ്പർമ കയറി നിന്നിട്ട് ഇപ്പോൾ നട്ടുച്ചയാണെന്നൊന്നും പ്രസംഗിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നട്ടുച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇന്ന് ഇത്രാം തീയതിയാണ്, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇന്നി അബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ അറിയുന്ന കാര്യം എന്തിനാണ് ഈ അത്ഭുതത്തിന്റെ കേന്ദ്രത്തിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? അവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ എന്നത് നമുക്ക് അറിയാം, ആ അറിവ് നമുക്കുണ്ട്. പക്ഷേ അതൊരു ബോധ്യവും തിരിച്ചറിവുമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ രാജാവ് അള്ളാഹുവാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവൻ അള്ളാഹുവാണ്, എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത് അള്ളാഹുവിലാണ്, എൻ്റെ കാര്യങ്ങൾ 100% അറിയുന്നവൻ അള്ളാഹുവാണ്, എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. ഈ ഒരു തിരിച്ചറിവ്
അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് കവികളുടെ വചനങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കവികൾ പറയുമായിരുന്നു, നമുക്ക് ലഭിച്ച വലിയ സന്തോഷത്തിന്റെ ഘടകം എന്താണ്? ومما زادني عجبا وتيها وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കിയ കാര്യമെന്ന് പറഞ്ഞിട്ട് ചില സൂഫി കവികളൊക്കെ പറയുന്നതായി കാണാം. ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ യാ ഇബാദി, എൻ്റെ അടിമേന്ന് വിളിച്ചപ്പോൾ ആ അടിമയിൽ ഞാനും പെട്ടല്ലോ റബ്ബേ. ആ ലിസ്റ്റിൽ യാ ഇബാദി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ പെട്ടു. ഈ പറയുന്ന ഞാൻ പെട്ടു, കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും പെട്ടു. ആ ലിസ്റ്റിൽ അള്ളാഹുവിന്റെ അടിമ എന്നതിൽ ഞാൻ പെട്ടല്ല തമ്പുരാനെ. അത് എന്നെ വല്ലാതെ ആഹ്ലാദത്തിന്റെയും ഉന്മാദത്തിന്റെയും അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് കവികൾ പറയുന്നുണ്ടെങ്കിൽ അതാണ് അബദിയത്തിന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ആ തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു പ്രണയത്തിൻ്റെ തലം രൂപപ്പെട്ടു വരുന്നത്. സത്യത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതും ഇപ്പോഴും ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും. അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അതിൻ്റെ തലം എന്താന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിൻ്റെയും അധിപനായി എല്ലാവരെയും ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരു രാജാവ് എന്ന സങ്കല്പമാണ് ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ ഇട്ട് തരപ്പെടുന്നത്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എൻ്റെ കാര്യങ്ങൾ അറിയാൻ, എനിക്ക് പറയാൻ ഒരേ ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്, എന്നിൽ കൂടി അത്ഭുതം വെളിവാകുന്നത് കണ്ട്, എൻ്റെ മാതാവിൽ കൂടി അത്ഭുതം വെളിവാകുന്നത് കണ്ട് ഒരിക്കലും തന്നെ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ കൂടി ഞാൻ ദൈവമാണെന്നോ എൻ്റെ മാതാവ് ദൈവത്തിൻ്റെ അംശമാണോ എന്നൊരിക്കലും വിശ്വസിക്കരുത്. ഞാനും അള്ളാഹുവിൻ്റെ അടിമയാണ്, നിങ്ങളും അള്ളാഹുവിൻ്റെ അടിമയാണ്. ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അതാണ് അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് ആദ്യം പറയിക്കുന്നത്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, അള്ളാഹു തആല എനിക്ക് വേദഗ്രന്ഥത്തെ നൽകുന്നതാണ്, ഇഞ്ചീൽ നൽകും. വജഅലനി നബിയ്യാ, എന്നെ അള്ളാഹു തആല ഒരു പ്രവാചകനാക്കി മാറ്റുന്നതാണ്. ഇതൊക്കെ ആദ്യം പറയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുൻത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. വജഅലനി മുബാറകൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈസാ നബിന്റെ ആ സംഭാഷണത്തിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണത്. വജഅലനി മുബാറകൻ, അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും. എന്താ ഇതിന്റെ ഉദ്ദേശം? നമ്മൾ സാധാരണ പലതിലേക്കും ബറക്കത്ത്, ഇത് ബറക്കത്തുള്ള കാര്യമാണ്, ഇത് ബറക്കത്തുള്ള സാധനമാണ്, ഇത് ബറക്കത്തുള്ള വ്യക്തിയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി തഫ്സീറുകളിൽ കാണാം, ഈസാ നബിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ഈസാ നബിന്റെ പ്രത്യേകത? പല പ്രത്യേകതകളിൽ ഒന്ന്, ഈസാ നബി എവിടെ പോയാലും അവിടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. എത്രത്തോളം ക്ഷാമമുള്ള സ്ഥലത്ത് ഈസാ നബി പോയി താമസിച്ചാൽ ആ നാട് ഫലഭൂയിഷ്ഠമായ നാടായിട്ട് മാറും. ഈസാ നബിന്റെ സദസ്സിൽ വളരെ പരുഷ സ്വഭാവക്കാരനായ, അഹങ്കാരിയായ, മോശക്കാരനായ വ്യക്തികൾ ഇരുന്നാൽ പോലും അവരിരുന്നെഴുന്നേറ്റ് പോകുമ്പോഴേക്ക് ഈസാ നബിയുടെ സഹവാസത്തിൽ കൂടി ഹൃദയത്തിൽ വലിയ മാറ്റവും ഭൗതിക പരിത്യാഗ ചിന്തകളും ഉണ്ടായിത്തീരും. ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടായിത്തീരുന്നു. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, വജഅലനി മുബാറകൻ, എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ ആലോചിച്ചാൽ രണ്ടിലൊന്നിൽ നമ്മൾ എന്തായാലും പെടും. ഒന്നിക്കിൽ നമ്മൾ പോകുന്ന ഇടങ്ങളിൽ നമ്മളെ കൊണ്ട് നന്മകൾ ഉണ്ടാവും. അള്ളാഹു നമ്മൾ അത്തരക്കാരൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച വിഭാഗമാണത്. ഏതാണ് ആ വിഭാഗം? തൂബ ലിമൻ ജഅലഹുല്ലാഹു മിഫ്താഹൽ ലിൽ ഖൈർ, ചില ആളുകൾക്ക് അഭിനന്ദനങ്ങൾ. ആരാണവർ? ജഅലഹുല്ലാഹു മിഫ്താഹൽ ലിൽ ഖൈർ, അവർ നന്മയുടെ താക്കോലുകളാണ്. അവരേത് സ്ഥലങ്ങളിൽ എത്തപ്പെട്ടാലും ശരി, അവിടെ അവരിൽ കൂടി നന്മകൾ ഉണ്ടായിത്തീരും. വജഅലഹുല്ലാഹു മിഗ്ലാഖൻ ലിശ്ശർ, നന്മകൾക്ക് താക്കോലുകളാകുക എന്ന് മാത്രമല്ല, തിന്മകൾക്ക് അന്തകന്മാരുമാകും അവർ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് മംഗളാശംസകൾ ഉണ്ടാകട്ടെ എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെയാണ് ഈസാ നബിയെ പറ്റി പറഞ്ഞത്, വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും ബറക്കത്തുള്ള ആളാണ്. ഒന്ന്, ഈ ആയത്തിങ്ങനെ വായിച്ചു പോകുമ്പോൾ കേവലം ഒരു ചരിത്രം കേട്ടു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ നോക്കുക. ഞാൻ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, ജോലി ചെയ്യുന്ന സ്ഥലം, എൻ്റെ വീട്, എൻ്റെ ഭാര്യ വീട്, എൻ്റെ കുടുംബ വീട്, എൻ്റെ സുഹൃത്ത് വലയം, എൻ്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ, എൻ്റെ സോഷ്യൽ ആ ഒരു സർക്കിൾ, ഇവിടൊക്കെ എന്നെ കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാക്കി തീരേണ്ടതുണ്ട്.
എന്നെക്കൊണ്ട് എപ്പോഴും ഷർറാണോ നാട്ടുകാർക്ക്, എന്നെക്കൊണ്ട് ഷർറാണോ എൻ്റെ വീട്ടുകാർക്ക്, എന്നെക്കൊണ്ട് ഷർറാണോ എൻ്റെ ജോലിക്കാർക്ക്, എങ്കിൽ പ്രശ്നം ജോലിക്കാരുടേതല്ല, വീട്ടുകാരുടേതല്ല, അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള ആളുകളുടേതല്ല, പ്രശ്നം എൻ്റെതാണ്. ചില ആളുകൾ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാകാറുണ്ട്, എൻ്റെ ജോലി സ്ഥലത്തുള്ള ആരും ശരിയല്ല, എൻ്റെ വീട്ടിലുള്ള ആരും ശരിയല്ല, എൻ്റെ കുടുംബത്തിലുള്ള ആരും ശരിയല്ല, എൻ്റെ നാട്ടിലുള്ള ആരും ശരിയല്ല. പ്രിയമുള്ളവരെ, മാറ്റേണ്ടത് നമ്മുടെ ചിന്തയാണ്. അങ്ങനെ ചിന്ത നമുക്കുണ്ടെങ്കിൽ പ്രശ്നം എൻ്റെതാണ്. അങ്ങനെ എല്ലാവരും മോശമായിട്ട് ഞാൻ മാത്രം നന്നാവില്ല. ഏത് സ്ഥലത്ത് പോയാലും ഒരല്പം പ്രശ്നക്കാരുണ്ടാകും, പക്ഷേ ഒരു ഭൂരിപക്ഷവും നന്മന്റെ വക്താക്കളായിട്ടുണ്ടാകും. ഇവിടെ എല്ലാവരും പ്രശ്നക്കാരൻ, ഞാൻ മാത്രം നല്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഞാനാണ്. അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഈ ഒരു ഫിക്ർ നമുക്ക് ഉണ്ടാകണം. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെ പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകണം. അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐനമാ കുന്തു, ഞാൻ എവിടെ ചെന്നാലും എന്നെ ബറക്കത്തുള്ളവനാക്കി എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ കുറിച്ച് പറയാൻ. ഞാനൊരു പ്രവാചകനാകും, അതുപോലെ ഞാൻ അത്ഭുതത്തിൽ കൂടി വന്നവനാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അല്ലാഹു തആല എന്നോട് വസിയത്തായി എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ബിസ്വലാത്തി, നമസ്കാരം നിലനിർത്തണം. നീ പ്രവാചകനാണ്, ശരി തന്നെ. നീ പിതാവില്ലാതെ വന്നവനാണ്, ശരി തന്നെ. നിന്റെ മാതാവിന് അത്ഭുതം കിട്ടിയിട്ടുണ്ട്, ശരി തന്നെ. നീ ലോകത്തിന് വലിയ അത്ഭുതമായി മാറും, അതും ശരി തന്നെ. പക്ഷെ നീ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിസ്കാരം നിലനിർത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു പ്രവാചകന് പോലും, ഒരു നബിക്ക് പോലും, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും നമസ്കാരത്തിൽ നിന്നും വിടുതലില്ലെങ്കിൽ, ഒഴിവില്ലെങ്കിൽ, മനുഷ്യനാകുന്ന സാധാരണക്കാരനാകുന്ന എനിക്കും നിങ്ങൾക്കും ഈ വിഷയത്തിൽ എന്തൊഴിവാണുള്ളത്? ഇവിടെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ വലിയ ജാഗ്രത നമുക്ക് ഉണ്ടാകണം. ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ഒക്കെ നമ്മുടെ മക്കളെ ആ വിഷയത്തിൽ നമ്മൾ പരിശീലനം കൊടുക്കണം. നബി തങ്ങൾ പറഞ്ഞു, 7 വയസ്സായ നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. നബി നിങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിക്കേണ്ടി വന്നാൽ അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. കാരണം എന്താ പറയുക, ബാക്കി വിഷയത്തിൽ നിങ്ങൾ അടിക്കണം എന്ന് എക്സ്പ്ലിസിറ്റായി വ്യക്തമായി പറഞ്ഞിട്ടില്ല. കാരണം ഒരു മനുഷ്യൻ, ഒരു കുട്ടി നിസ്കാരക്കാരനായാൽ പിന്നെ അവന്റെ സംസാരം ശരിയാകും, അവന് കൊടുക്കൽ വാങ്ങൽ ശരിയാകും, അവന്റെ ചിന്തകൾ ശരിയാകും. അതുകൊണ്ട് എല്ലാത്തിനെയും നന്നാക്കാൻ പറ്റുന്ന, ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ അമലാണ് നിസ്കാരം. അവിടെ നമ്മൾ നിസ്കാരക്കാരാകണം. നമ്മുടെ നിസ്കാരം നമ്മൾ നന്നാക്കണം, നമ്മുടെ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, നമ്മുടെ മക്കളെ അതിൻ്റെ മേൽ നമ്മൾ തംരീൻ ചെയ്യിപ്പിക്കണം, പരിശീലനം നൽകണം. വസ്സകാത്തി, സാമ്പത്തിക ഇടപാട് നന്നാക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. മാദും തുഹയ്യ, എൻ്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം. വബർറം ബിവാലിദതി, എൻ്റെ മാതാപിതാക്കളോട് ഗുണം ചെയ്യാൻ വേണ്ടിയും അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ബനു ഇസ്രായേലിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാതാപിതാക്കളോടുമായി വലിയ അവഗണന നടത്തിയിരുന്ന ഒരു സമൂഹമായിരുന്നു ബനു ഇസ്രായേലികൾ. വലിയ മറ്റു കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നെങ്കിലും മാതാവിനെയും പിതാവിനെയും ഒക്കെ വലിയ അവഗണിക്കുന്ന വിഭാഗമായിരുന്നു. പ്രത്യേകിച്ചിട്ടും മാതാവിനോട് അവഗണന കാണിക്കുന്ന വിഭാഗമായിരുന്നു ബനു ഇസ്രായേൽ. പക്ഷെ അള്ളാഹു ഈസാ നബിയെ കൊണ്ട് പറയിപ്പിക്കുന്നു, അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ മാതാവിനോട് പ്രത്യേകം ഗുണമുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര ഉയർന്ന സ്ഥാനത്ത് എത്തിയാൽ പോലും നമ്മൾ ആ തലത്തിലേക്ക് എത്താൻ കാരണക്കാരെന്ന് പറയുന്നവർ നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയുമാണ്. പ്രായോഗികമായ കുഴപ്പങ്ങൾ ഉണ്ടാകാം, മാനസികമായ ബലഹീനതകൾ ഉണ്ടാകാം. പക്ഷേ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി, ഈ പ്രപഞ്ചത്തിലേക്ക് എനിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കി എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഇവിടുന്ന് അൽഹംദുലില്ലാഹ് ആഫിയത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇതിൻ്റെ മർമ്മകാരണം നമ്മൾ ആലോചിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും ഗർഭകാലത്തിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ മാതാവ് സൂക്ഷിച്ച സൂക്ഷ്മതൻ്റെ പുറത്താണ്. അന്ന് നമ്മുടെയൊക്കെ മാതാവും നമ്മുടെയൊക്കെ പിതാവും ഒക്കെ പ്രഗ്നൻസി പീരീഡിൽ അനാവശ്യമായ സാധനങ്ങൾ ശരീരത്തിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായ മരുന്നുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ആരോഗ്യത്തോടു കൂടി നമുക്ക് ആർക്കും കൂടി ഇരിക്കാൻ വേണ്ടി സാധിക്കൂല. അതുകൊണ്ട് വബർറം ബിവാലിദതി, ഏതവസ്ഥയിൽ ചെന്നാലും ശരി, എന്ത് ഉയർച്ചയിലെത്തിയാലും ശരി, മറക്കാൻ പറ്റാത്ത 2 വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ കടപ്പാടിന്റെ പ്രതിരൂപമാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. വബർറം ബിവാലിദതി, എൻ്റെ മാതാവിനോടും പിതാവിനോടുമൊക്കെ ഗുണമുള്ളവനാകാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വലം യജഅൽനി ജബ്ബാറൻ ശഖിയ, അള്ളാഹു എന്നെ അഹങ്കാരിയാക്കിയിട്ടില്ല, പരാജിതനാക്കിയിട്ടില്ല. അവസാനം പറഞ്ഞു വെക്കുകയാണ്, വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ, എനിക്ക് അള്ളാഹു പ്രത്യേകം രക്ഷ നൽകിയിട്ടുണ്ട്. ഒന്ന് യൗമ വുലിദ്തു, ഞാൻ ജനിച്ച ദിവസം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ജനിച്ച ദിവസം രക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായൊരു രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നവനല്ല. യഹൂദികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും വളരെ മോശമായ പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുള്ള മറുപടിയാണ് ഈസാ നബി ആദ്യമേ പറഞ്ഞു വെച്ചത്, വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും എനിക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകും. ഇതും വരാൻ വേണ്ടി പോകുന്ന വലിയൊരു ആരോപണത്തിനുള്ള മറുപടിയാണ്.
നസ്രാണികൾ തന്നെ, ക്രിസ്ത്യാനികൾ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിച്ചുവെന്നും തൻ്റെ അനുയായികളുടെ പാപം പേറുന്നതിന് വേണ്ടി സ്വയം അതിൻ്റെ പാപഭാരം ഏറ്റുവാങ്ങിയെന്നൊക്കെ പറയുന്ന വിദണ്ഡവാദത്തിനുള്ള മറുപടിയാണ് വയൗമഅമൂതു, ഞാൻ മരിക്കുന്ന ദിവസവും സമാധാനത്തോടു കൂടിയിട്ടാണ് മരിക്കുക, അല്ലാതെ ആരുടെയെങ്കിലും വേദന പേറുന്നതിന് വേണ്ടിയിട്ടും അല്ല. വയൗമ ഉബ്അസു ഹയ്യ, ഖിയാമത്ത് നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോഴും എനിക്ക് സമാധാനമുണ്ടാകുമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് പറയാൻ കാരണം എന്താ? യഹൂദികൾ പറയുമായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോശക്കാരനാണ്, അതുകൊണ്ട് ഈസാ നബി ആഖിറത്തിലേക്ക് വരുമ്പോൾ കാഫിറുകളുടെ കൂട്ടത്തിലും തെമ്മാടികളുടെ കൂട്ടത്തിലുമാണ് വരിക എന്ന് യഹൂദികൾ പറയുമായിരുന്നു. അല്ലാഹു തആല അതിനുള്ള മറുപടി ആദ്യമേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് ദാലിക ഈസാ ഇബ്നു മറിയം, ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഇതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ അത്ഭുതം. അള്ളാഹു ഒരു അടിമയെ തിരഞ്ഞെടുക്കുന്നു. ആ അടിമയിൽ കൂടി അള്ളാഹു തആല ലോകത്തിന് മാതൃകയായിക്കൊണ്ട് ലോകത്തിന്റെ ഗതിവിഗതികൾ മാറ്റിമറിക്കുന്ന ഒരു പ്രവാചകനെ ഉണ്ടാക്കുന്നു. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ, ഇവരൊക്കെ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണോ, ദൈവത്തിന്റെ പുത്രനാണോ, ദൈവത്തിന്റെ അവതാരമാണെന്നൊക്കെ സംശയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഇത് മറിയമിന്റെ പുത്രൻ മാത്രമാണ്. ബാക്കി നിങ്ങൾ നബിമാരെ പേരൊക്കെ ഖുർആൻ നോക്കിക്കോ, പിതാവിലേക്കോ മാതാവിലേക്കോ ചേർത്തിട്ട് കാണൂല. ആദം, നൂഹ്, മൂസ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കൂ. മൂസാ നബിന്റെ ഉപ്പാന്റെ പേര് ഉമ്മാന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ഇന്നാളെ മകൻ എന്ന് പറയാറില്ല. നൂഹ് നബിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ പേര് പരാമർശിക്കാറില്ല. ഇബ്രാഹിം നബിന്റെ പരാമർശിക്കാറില്ല. ഖുർആനിൽ എവിടെയൊക്കെ ഈസ എന്ന് ഉണ്ടോ അവിടെയൊക്കെ മറിയം എന്നുണ്ടോ? ഈസബിന് മറിയം. എന്താ കാര്യം എന്നറിയോ? ഒരിക്കലും നിങ്ങൾക്ക് തോന്നിപ്പോയത് ഈസാ നബി ദൈവമാണെന്ന്. മറിയമിന്റെ ഉത്രൻ അത് പറഞ്ഞിട്ട് അല്ലാഹു തആല മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് മറിയമിന്റെ പുത്രൻ ഈസ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കൊടുക്കണ്ട. മറിയമിന്റെ പുത്രൻ മാത്രമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖൗലുൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ, നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിലെ യാഥാർത്ഥ്യം ഇതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലോകത്തിൻ്റെ വലിയ മാതൃകയായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചരിത്രമൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ നമ്മളെങ്ങനെ ബന്ധിപ്പിക്കാമെന്നുള്ളതാണ്. ഒരു സ്ത്രീ ത്യാഗത്തിന് തയ്യാറായപ്പോൾ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു നബി ഏർപ്പാടാക്കുന്നു. ഒരു സ്ത്രീ നിഷ്പക്ഷമായ അള്ളാഹുവിനോട് നിലകൊണ്ടപ്പോൾ ആ സ്ത്രീക്കെതിരെ സമൂഹങ്ങൾ തിരിഞ്ഞപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല സംസാരിക്കാൻ പോലും പ്രായമെത്തിയിട്ടില്ലാത്ത കുഞ്ഞിനെ കൊണ്ട് ഇടപെടിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിൽക്കണോ, അല്ല നമ്മുടെ നഫ്സിൻ്റെയും ശൈത്താൻ്റെയും ഹവയുടെയും പക്ഷത്ത് നിൽക്കണോ? നമ്മൾ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്നാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. നമ്മൾ എതിർപക്ഷത്താണെങ്കിൽ ലോകത്തിൻ്റെ ഏത് സൈന്യം നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അതൊക്കെ തകർന്ന് തരിപ്പണമാകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും ജീവിതത്തിൽ അതിൻ്റെ പൊരുളുകൾ ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന